കറുകപ്പുല്ല് മുൻപിലുള്ളതായിരിക്കുന്ന ഇലയിൽ പരത്തി വെക്കണം. കുറച്ച് ദർഭയും അപ്രകാരം തന്നെ മുൻപിലുള്ള നാക്കിലയിൽ പരത്തി വെക്കാം. കിണ്ടിയിലെ വെള്ളത്തിൽ അല്പം തുളസി അല്ലെ പച്ചരി, അല്പം ചന്ദനം എന്നിവ ഇട്ട് വലത് കൈ കൊണ്ട് കിണ്ടി അടച്ചു പിടിച്ചതിന് ശേഷം ഇടത് കൈ വലത് കൈയിന് മുകളിലായിട്ട് വെച്ച് പ്രാർത്ഥിക്കണം. ഈ ജലം പുണ്യതീർത്ഥ സമാനമാകണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്പം ശ്ലോകം ചെല്ലാൻ അറിയാമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം: ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന്. കിണ്ടിയിലെ ജലം തീർത്ഥമാക്കുന്ന ഒരു മന്ത്രമാണിത്. ഇതിനുശേഷം രണ്ട് കൈകൊണ്ട് തൊഴുതു പിടിച്ചുകൊണ്ട് ഗുരുവിനെ ആദ്യമായിട്ട് പ്രാർത്ഥിക്കണം. അതിനുശേഷം വിഘ്നങ്ങളില്ലാതെ പിതൃപൂജ നന്നായി നടക്കുവാൻ വേണ്ടി ഗണപതിയെയും പ്രാർത്ഥിക്കാം. ഒപ്പം വിഷ്ണു ഭഗവാനെയും മനസ്സിൽ സ്മരിക്കണം. ആചാര്യനുണ്ട് എങ്കിൽ അദ്ദേഹം ഒരു ശ്ലോകം ചൊല്ലിത്തരും. ശ്രീമൽ ഭഗവതോ മഹാപുരുഷസ്യ വിഷ്ണുരാജ്ഞയാ പ്രവർത്തമാനസ്യ എന്ന് തുടങ്ങുന്നതായിരിക്കുന്ന ശ്ലോകം. ഇതിന്റെ സാരാംശം കർക്കിടക മാസത്തിലെ ഈ പുണ്യ അമാവാസി നാളിൽ ചെയ്യപ്പെടുന്നതായിരിക്കുന്ന പിണ്ഡദാനം പിതൃക്കൾ സ്വീകരിക്കണമെന്ന്